അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ന്യായപാലനം ചെയ്ത്. അപ്പോൾ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിക്കുന്ന ഏത് കണ്ണുകൊണ്ടാ? ഹൃദയദൃഷ്ടി കൊണ്ടാ, അകത്തെ കണ്ണുകൊണ്ടാ. ആത്മാവിൽ എല്ലാ വ്യക്തികളും ഇങ്ങനെ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ വ്യക്തികളും ജീവിക്കണമെന്ന് ആത്മാവിൽ നിന്നാ. എല്ലാ വ്യക്തികളും ജീവിക്കണമെന്ന് ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാ. എല്ലാ വ്യക്തികളും ജീവിക്കുന്ന ആത്മാവിൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടാ. ഇങ്ങനെ ജീവിക്കാനാണ് ദൈവം നമ്മളെന്ന് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവരുത് ജീവിതത്തിൽ. അപ്പം ഞാൻ ഞാൻ ഈ വെളിച്ചത്തെ ഒന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി ഒന്നുകൊണ്ട് വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ 11, 7 മുതൽ 10 വരെയുള്ള വാക്യം നമുക്കൊന്ന് എടുക്കാം. യോഹന്നാൻ 11-ാം അധ്യായം 7 മുതൽ. ഞാൻ ആ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യോഹന്നാൻ 11-ലാണ് ലാസറസിനെ കർത്താവ് ഉയർപ്പിക്കുന്ന ഭാഗമാണ്. അത് യോഹന്നാൻ മാർത്തയും മറിയയും യേശുവിൻ്റെ അടുക്കൽ ആളയച്ച് പറയിച്ചു, നിൻ്റെ സ്നേഹിതനായ ലാസറസ് രോഗബാധിതനായി കിടക്കുകയാണ്, നീ അവനെ എന്ത് ചെയ്യണം, നീ അവനെ പോയി നീ ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്ത് ചെയ്യില്ല, പോയില്ല. കർത്താവ് അവിടെ നിന്നു. കാരണം യേശു പറഞ്ഞു, കർത്താവ് പറയുന്ന ഒരു ഭാഗം അവരെന്നെ യെരുശലേമിൽ പോയി കഴിഞ്ഞാൽ അവർ നിന്നെ പിടിക്കാൻ നിൽക്കുക, തോമസ് നീ അവിടെ പോയി കഴിഞ്ഞാൽ അവർ നിന്നെ ഇത് ചെയ്യും എന്നെല്ലാം പറയുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 ദിവസം കർത്താവ് അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ബെഥാനിയയിലേക്ക് പോകുന്നത്. 4-ാം ദിവസം കർത്താവ് ബെഥാനിയയിൽ, അപ്പോഴേക്കും ലാസർ മരിച്ച 4 ദിവസമായി. ഇതാണ് ആ പശ്ചാത്തലം. ഇതാണ് യോഹന്നാൻ 11. ഇത് നമുക്ക് യോഹന്നാൻ 11, 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദയിലേക്ക് പോക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായക കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ വെളിച്ചമില്ലായക കൊണ്ട് ഇടറുന്നു. എന്നിട്ട് യേശു പറയുക, ഇനി നമ്മുടെ സഹോദരൻ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക? അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അതായത് യേശു ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് നീ അവിടെ പോയാൽ യഹൂദന്മാർ നിന്നെ കല്ലെറിയും, നിനക്ക് അപകടം വരും, നിനക്ക് പ്രശ്നം വരും. പക്ഷെ കർത്താവ് മനുഷ്യൻ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. കർത്താവ് മനുഷ്യൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് മൂവ് ചെയ്യത്തില്ല. മാർത്തയും മറിയും വിളിച്ചു, കർത്താവ് 3 ദിവസം അവിടെ വെയിറ്റ് ചെയ്തു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ നിന്നെ കല്ലെറിയും, യഹൂദന്മാർ നിന്നെ ഇത് ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു. കർത്താവ് അത് കേട്ടില്ല. കർത്താവ് അപ്പോൾ ഏത് കേട്ടിട്ടാണ് ജീവിച്ചത്? കർത്താവിനൊരു ഇന്നർ ഐസ് ഉണ്ടായിരുന്നു, ഒരു ഇന്നർ ഇയേഴ്സ് ഉണ്ടായിരുന്നു. ആത്മാവിൻ്റെ കണ്ണും ആത്മാവിൻ്റെ ചെവിയും കൊണ്ട് കർത്താവ് പറഞ്ഞു, ലോകത്തിലുള്ളവർ എന്ത് ചെയ്യും? ഈ ലോകത്തിൻ്റെ വെളിച്ചം കൊണ്ട് ജീവിക്കും. അതുകൊണ്ട് അവർ ഇടറത്തില്ല. എന്നാൽ രാത്രി നടക്കുന്നവർ ഇടറിപ്പോകും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകത്തിലുള്ളവരല്ല, നിങ്ങൾ എവിടെയുള്ളതാ? നിങ്ങൾ എനിക്കുള്ളവരെങ്ങനെ ജീവിക്കണം? എൻ്റെ വെളിച്ചം കൊണ്ട് ജീവിക്കണം. ഈ വെളിച്ചം അവർക്ക് എവിടെയാണ് കിട്ടുക? ആത്മാവിലാണ് കിട്ടുക. ആത്മാവിനെ കണ്ട് ജീവിക്കണം. കണ്ണുകൾ കൊണ്ട് ലോകത്തെ കാണണം. ആ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ലാസർ എന്ത് ചെയ്തു? മരിച്ചു. പക്ഷേ ഞാൻ കല്ലറയ്ക്കൽ പോയി പിതാവിനോട് പറയുമ്പോൾ ലാസർ എഴുന്നേറ്റ് വരും എന്നുള്ളത് ആത്മാവിൽ ഞാൻ കണ്ടിട്ടാണ് നടക്കാൻ പോകുന്നത്. മനസ്സിലായി? ഇവിടെ ഇരുന്ന കർത്താവ് ബെഥാനിയയിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്നത് ആത്മാവിൽ കണ്ടിട്ട് കർത്താവ് അവിടെ 3 ദിവസം വെയിറ്റ് ചെയ്ത് 4-ാം ദിവസം അങ്ങോട്ട് പോയി ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ഇതെവിടെയാണ് കർത്താവ് കണ്ടത്? ആത്മാവിൽ. ഹല്ലേലൂയ. ഇതെവിടെയാണ് കർത്താവ് കേട്ടത്? ആത്മാവിൽ. ഹല്ലേലൂയ. ഇത് കർത്താവിന് മാത്രമുള്ളതാണോ? അല്ല. എല്ലാവരും, യേശുവിൽ ജീവിക്കുന്ന എല്ലാവരും എങ്ങനെ ജീവിക്കണം? ഈ ആത്മാവിൽ ജീവിക്കണം. അതായത് യോഹന്നാൻ 12:40, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യോഹന്നാൻ 12:46, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആമേൻ. അപ്പോൾ ഇതാണ് നമ്മൾ വെളിച്ചത്തെ പറ്റി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം. വെൻ ലൈറ്റ് കംസ്, യുവർ ഇന്നർ മാൻ ഓപ്പൺസ് ഹിസ് ഐസ്. അകത്തെ മനുഷ്യൻ കണ്ണു തുറക്കും. ഇങ്ങനെ നടക്കണം. പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ ഒരു പ്രാർത്ഥന എന്തായിരിക്കണം? ഇന്ന് നമ്മുടെ ഒരു പ്രാർത്ഥന, കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നൊരു തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുവരണം. എൻ്റെ ശരീരമല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ മനസ്സല്ല, മറിച്ച് എന്താണ്? എൻ്റെ ആത്മാവാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ അല്ലെങ്കിൽ ഭാഗം. ഈ ആത്മാവ് ദൈവവുമായി ബന്ധപ്പെടുന്നതാണ്. ഈ ആത്മാവിൻ്റെ കണ്ണ് ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ കണ്ണ് തുറന്നു. ഇനി മുതൽ
ആത്മകണ്ണുകളാൽ ആത്മീക യാഥാർത്ഥ്യങ്ങളെ കാണാൻ, ആത്മമണ്ഡലത്തെ കാണാൻ. നിങ്ങൾക്കറിയാം, ഈ ലോകം മുഴുവൻ ചുറ്റുന്ന നമ്മുടെ ചുറ്റും എന്തുണ്ട്? ഒരു സ്പിരിച്വൽ റലമുണ്ട്. ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം വേൾഡ് കപ്പ് കണ്ടു. അതായത് USA നടക്കുന്ന, ന്യൂജേഴ്സിയിൽ നടന്ന ഫൈനലിനെ, അർജൻറ്റീന സ്പെയിൻ ഫൈനലിനെ നമ്മൾ എവിടെ കണ്ടു? നമ്മൾ ഇവിടെ ഇരുന്ന് കണ്ടു, അല്ലെ? കേരളത്തിൽ ഇരുന്ന് കണ്ടു. എങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ ഇരുന്ന് കണ്ടത്? കേരളത്തിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച്, ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് എൻ്റെ ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ഞാനിതൊന്നും കാണുന്നില്ല. എന്നാൽ അതിൻ്റെ റിസീവർ വെച്ചപ്പോൾ ഞാൻ അത് കണ്ടു തുടങ്ങി. എന്നതുപോലെ ഐ ആം സറൗണ്ടഡ് ബൈ എ സ്പിരിച്വൽ റലം. എൻ്റെ ചുറ്റും ഒരു ആത്മലോകം എൻ്റെ ചുറ്റും കിടക്കുക, ആത്മീയ യാഥാർത്ഥ്യങ്ങൾ കിടക്കുക, ദൂതന്മാർ കിടക്കുക. ഇതിനെ കണ്ട് ജീവിക്കാനാണ് കർത്താവ് നമ്മൾ വിളിച്ചത്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാർ തൻ്റെ അടുക്ക വന്നപ്പോൾ യേശു എന്താ പറഞ്ഞത്? സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അപ്പം കർത്താവ് കാണുന്ന മുഴുവൻ എന്താ? സ്പിരിറ്റ് റലവാ, സ്പിരിറ്റ് റിയാലിറ്റീസാ. ഇത് കാണാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് കണ്ട് ജീവിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ഇടറി വീഴ്ത്തില്ല. ലോകത്തിലെ വെളിച്ചം കണ്ട് ജീവിക്കുന്നവൻ ലോകത്തിൽ നന്നായി നടക്കുമെങ്കിൽ, ആത്മാവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ഈ ലോകത്തിൽ ഇടറാൻ പറ്റത്തില്ല. കാരണം അവൻ ആത്മീക യാഥാർത്ഥ്യങ്ങളെ കണ്ട് ജീവിക്കുന്നവനാ. ആമേൻ. ഇന്ന് നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ, നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാകട്ടെ. എനിക്കൊരു ആത്മാവുണ്ട്. എൻ്റെ ഉള്ളിൽ മനുഷ്യാത്മാവ് യഹോവയുടെ ദീപമാണ്. ഈ മനുഷ്യാത്മാവ് എൻ്റെ കണ്ണുകൾ തുറന്നു. ഈ മനുഷ്യാത്മാവിൻ്റെ കണ്ണുകളിലൂടെ ഞാൻ ഇനി എന്ത് ചെയ്യണം? ദൈവത്തെ കാണണം, ആത്മീക യാഥാർത്ഥ്യങ്ങളെ കാണണം. എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, തകർച്ചകളെ, ഉയർച്ചകളെ, വീഴ്ചകളെ, നഷ്ടങ്ങളെ, ശാപങ്ങളെ, രോഗങ്ങളെ, മരണങ്ങളെ എല്ലാത്തിനെയും കണ്ണുകൾ കൊണ്ട് കാണാനുള്ള ഒരു പക്വതയിലേക്ക് നമുക്ക് വരണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ വായിക്കാൻ സമയമില്ല. എബ്രായർ നമ്മൾ ഇവിടെ പറഞ്ഞൊന്നും എനിക്കറിയില്ല. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റൂ. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ, ഇത് നമ്മുടെ ഈ ഇന്ദ്രിയം ഏതിൻ്റെ ഇന്ദ്രിയം? ആത്മാവിൻ്റെ ഇന്ദ്രിയമാണ്. ആത്മാവിന് ഇന്ദ്രിയങ്ങളുണ്ട്. എൻ്റെ ശരീരത്തിന് സെൻസ് ഓർഗൻസ് ഉള്ളതുപോലെ, പഞ്ചേന്ദ്രിയങ്ങളുള്ള പോലെ ആത്മാവിന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ അഭ്യസിക്കണം, ഷുഡ് ബി എക്സസൈസ്ഡ്. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികയണം. മെച്യൂരിറ്റി വരും. ആത്മീയ ജീവിതത്തിൽ മെച്യൂരിറ്റി വരിക എന്ന് വെച്ചാൽ എന്താ? എൻ്റെ സ്പിരിച്വൽ മാൻ മെച്യൂർഡ് ആവുക. എൻ്റെ സ്പിരിച്വൽ മാനിൻ്റെ, എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ അവനൊരു അഭ്യാസിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവനൊരു അഭ്യാസിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു പയ്യൻ മെനിഞ്ചൈറ്റിസ് ആയിട്ട് അഡ്മിറ്റായി. അപ്പോൾ അവൻ നല്ല ബോഡിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞപ്പം അവൻ 17 വയസ്സേ ഉള്ളൂ. അവൻ നാഷണൽ ഗുസ്തി ചാമ്പ്യനാണ്. കുറേ മെഡലൊക്കെ കിട്ടി. അവനവൻ്റെ വീഡിയോ കാണിച്ചത് 35 വയസ്സുള്ളവരൊക്കെ ഇവൻ മലർത്തി അടിക്കും. അപ്പോൾ ഞാൻ മനസ്സിലായി അവനൊരു അഭ്യാസിയാണ്. എങ്ങനെ ഇവൻ അഭ്യാസം ചെയ്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് അവൻ എല്ലാ ദിവസവും പ്രാക്ടീസും ജിമ്മും ഒക്കെ ആയിട്ട് ഇങ്ങനെ അഭ്യാസം സിദ്ധിച്ചവനവൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആത്മ മനുഷ്യൻ എന്ത് ചെയ്യണം? എൻ്റെ ഇന്നർ മാൻ എന്ത് ചെയ്യണം? സ്പിരിറ്റ് മാൻ എന്ത് ചെയ്യണം? സ്പിരിറ്റ് മാൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് തഴക്കത്താൽ അഭ്യാസം പ്രാപിച്ച് പ്രായം തികഞ്ഞ് മെച്യൂരിറ്റി ഉള്ള പക്വത പ്രാപിച്ച അകത്തെ മനുഷ്യനുണ്ടെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. നത്തിങ് ഷാൽ ബി ഇമ്പോസിബിൾ ഫോർ യു. ഇത് ഞാൻ പറഞ്ഞ വാക്യമല്ല. ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നും. പറയുമ്പോൾ നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞ ആരെ പറ്റിയാ? തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ള പ്രായം തികഞ്ഞ ക്രിസ്തുവിൻ്റെ തലയോളം വളർന്ന അകത്തെ മനുഷ്യനുള്ള ഒരു ആത്മ മനുഷ്യന് എന്തു പറ്റും? അവൻ്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ തകർക്കാനുള്ള ഒരു ആത്മീക ബലം ഇവൻ്റെ ഉള്ളിലുണ്ട്. നത്തിങ് ഷാൽ ബി ഇമ്പോസിബിൾ ഫോർ ഹിം. അവൻ പ്രതിസന്ധികളെ മറികടക്കുന്നവനാ, തകർക്കുന്നവനാ, എഴുന്നേറ്റ് നിൽക്കുന്നവനാ. അവൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുന്നവനാ. അവൻ കരം വെച്ചാൽ രോഗങ്ങൾ മാറുന്നവനാ. അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, അവൻ ആത്മലോകത്തെ കണ്ട് ജീവിക്കുന്നവനാ. പ്രശ്നങ്ങളെ കാണുമ്പോൾ പേടിക്കുന്നവനല്ല, പ്രശ്നങ്ങളെ തകർക്കുന്നവനാ. കാറ്റിനെ കണ്ട് യേശു പേടിച്ചില്ലെങ്കിൽ കാറ്റിനെ കണ്ട് നീ പേടിക്കരുത്. കടലിനെ കണ്ട് തിരമാലകളെ കണ്ട് യേശു പേടിച്ച് തിരമാലകൾ കണ്ട് നമ്മൾ പേടിക്കരുത്. കാരണം എന്താ? യേശുവിനുള്ളിലുള്ള അതേ ഒരു ആത്മ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ആത്മ മനുഷ്യൻ എഴുന്നേറ്റാൽ, ആത്മ മനുഷ്യൻ്റെ അഭ്യാസിയായി മാറിയാൽ, ആത്മ മനുഷ്യൻ പക്വത പ്രാപിച്ചാൽ, ആത്മമനുഷ്യൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവനായി മാറിയാൽ, nothing shall be impossible for him who believes.
നമ്മൾ ഈ വിശ്വാസം എന്നല്ല നമ്മൾ എപ്പോഴും പറയുമല്ലോ. ഈ വിശ്വാസം എന്ന് വെച്ചാൽ എന്താ? ആത്മീക കാര്യങ്ങളെ വിശ്വസിക്കുക, ആത്മലോകത്തെ വിശ്വസിക്കുക, ആത്മലോകത്തെ കാണുക, ആത്മലോകത്തെ അറിയുക. ഈ ലെവലിൽ എൻ്റെ അകത്തെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആവണം. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ആ വാക്യം എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 5-ാം അധ്യായം 14-ാം വാക്യം. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. എബ്രായർ 5:14. ഇതാണ് നമ്മുടെ ആത്മമനുഷ്യൻ. ഇത് വെളിച്ചം വരണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ഒരു കാര്യം. വെളിച്ചത്തെ നമ്മൾ കുറച്ച്, അപ്പം ഈ ഒരു വെളിച്ചത്തിൽ, അപ്പം ഈ നമ്മുടെ ആത്മമനുഷ്യൻ വെളിച്ചത്തിൽ ജീവിക്കാൻ കർത്താവ്. ഇനി നമുക്ക് 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇനി യോഹന്നാൻ 8:12 നമുക്കറിയാം. യോഹന്നാൻ 8:12 വായിക്കാം. യോഹന്നാൻ 8:12. അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ എന്ത് ചെയ്യും? വെളിച്ചത്തിൽ നടക്കും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. ജീവന്റെ വെളിച്ചം, ലൈറ്റ് ഓഫ് ലൈഫ്. നേരത്തെ ട്രൂ ലൈറ്റാണ്, ഇവിടെ ലൈറ്റ് ഓഫ് ലൈഫാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഞാൻ ലോകത്തിന്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇനി നമുക്ക്, അപ്പോൾ യേശു എന്താ? ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്. അപ്പം യേശുവിന് പുറകെ നടക്കുന്നവൻ, യേശുവിനെ അനുഗമിക്കുന്നവൻ എന്ത് ചെയ്യും? ഇരുളിൽ നടക്കത്തില്ല, ജീവന്റെ വെളിച്ചത്തിൽ നടക്കും. ഇനി യോഹന്നാൻ 9:5 വായിക്കാം. ആ വാക്യം ഇടല്ലേ? യോഹന്നാൻ 9:5. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആദ്യം എന്താ പറഞ്ഞാൽ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. 9:5 ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ആരാ ലോകത്തിന് വെളിച്ചം? യേശുവാ ലോകത്തിന് വെളിച്ചം. ക്ലിയർ അല്ലേ? 8:12 ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു. 9:5 ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു. ആ വാക്യം ശ്രദ്ധിക്കണേ. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന് വെളിച്ചമാകുന്നു. ഇനി നമുക്ക് ഈ 2 വാക്യം വെച്ചുകൊണ്ട് നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. മത്തായി 5:14. മത്തായി 5:14. ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മതി. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു എന്താ പറഞ്ഞേ? 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. രണ്ടാമത് എന്താ പറഞ്ഞേ? ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു. മൂന്നാമത് എന്താ പറഞ്ഞേ? മത്തായി 5:14 നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു. രണ്ടാമത് കർത്താവ് തന്നെ ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന് വെളിച്ചം. ഇപ്പൊ കർത്താവ് എവിടെയാ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് എടുക്കപ്പെട്ടു. ഇപ്പൊ ആരാ ലോകത്തിന് വെളിച്ചം? ഇപ്പൊ നമ്മളാ ലോകത്തിന് വെളിച്ചം. ഹല്ലേലൂയ. ഇപ്പോൾ ലോകത്തിന്റെ വെളിച്ചം നമ്മളാ. ഇപ്പോൾ ലോകത്തിന് ആത്മീക യാഥാർത്ഥ്യങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടവർ നമ്മളാ. ഇപ്പോൾ ലോകത്തിൻ്റെ, കാരണം നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? യേശുവുണ്ട്. യേശുവിൻ്റെ ജീവനുണ്ട്, യേശുവിൻ്റെ വെളിച്ചമുണ്ട്. ഈ വെളിച്ചമാണ് ലോകത്തിന് വെളിച്ചമായി വന്നത്. അപ്പം കർത്താവ് ലോകത്തിന് വെളിച്ചമാ. ലോകത്തിലിരുന്നപ്പോൾ കർത്താവ് ലോകത്തിന് വെളിച്ചമാ. ഇപ്പോൾ നമ്മൾ ആരായി മാറി? നിങ്ങൾ ലോകത്തിന് വെളിച്ചമായി മാറി. യു ഹാവ് ബിക്കം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അത് കർത്താവിൻ്റെ പ്രതിനിധികളായി, കർത്താവിനെ വഹിക്കുന്നവരായി യേശു എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള യേശു ലോകത്തിന് വെളിച്ചം കൊടുക്കും. ഞാൻ ഇതിനൊക്കെ പണ്ട് ഈ വാക്യങ്ങൾക്ക് ഞാൻ പണ്ട് മനസ്സിലാക്കി എന്താ അറിയോ? ഞാൻ ലോകത്തിന് വെളിച്ചമാ, മലമേലിരിക്കുന്ന പട്ടണം എന്ത് ചെയ്ത് പ്രകാശം നൽകും, അത് തണ്ടിന്മേൽ വിളക്ക് കത്തി തണ്ടിന്മേൽ വെക്കണം, പറയും കീഴിൽ വെക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ വിചാരിച്ചത് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യണം, എൻ്റെ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം, യേശുവിൻ്റെ ദയ കാണിച്ചു കൊടുക്കണം, യേശുവിൻ്റെ അത് കാണിച്ചു കൊടുക്കണം, യേശുവിൻ്റെ ഇത് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഞാൻ ഈ വാക്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ ഞാനിപ്പോൾ ഇതിനൊക്കെ മനസ്സിലാക്കുന്നത് എന്താ അറിയോ? യേശു ആ ലോകത്തിന് വെളിച്ചം. ഈ യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഈ വെളിച്ചം എൻ്റെ ഉള്ളിൽ വന്നു. ഇനി ഞാൻ ആത്മാവിൽ ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ എൻ്റെ ഉള്ളിലുള്ള യേശു എന്ന ലോകത്തിൻ്റെ വെളിച്ചം ലോകം മുഴുവൻ പടരും. ഞാനല്ല വെളിച്ചം ഉണ്ടാക്കുന്നത്, എനിക്ക് വെളിച്ചം ഉണ്ടാക്കാൻ പറ്റത്തില്ല, എനിക്ക് വെളിച്ചമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അവൻ്റെ ജീവനുണ്ട്. അവൻ്റെ ജീവൻ എൻ്റെ വെളിച്ചമാ. അത് സകല മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നതാ. സകല മനുഷ്യനെയും പ്രകാശിച്ച് സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇവൻ ഐ ലിവ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിൽ ജീവിക്കുമ്പം ഈ വെളിച്ചം ലോകം മുഴുവൻ പടരും. ഈ വെളിച്ചം ലോകം മുഴുവൻ കാണും. ഈ യേശു എൻ്റെ ഉള്ളിൽ നിന്ന് ഈ വെളിച്ചത്തെ അങ്ങ് ലോകം മുഴുവൻ എത്തിക്കും. ഞാൻ സംസാരിക്കുന്ന ഉള്ളിലേക്ക് ഈ വെളിച്ചം കടന്നു ചെല്ലും. ഞാൻ കരം വെക്കുന്ന മേൽ ഈ വെളിച്ചം ഉള്ളിലേക്ക് കടരും. യേശുവാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഈ ഒരു റിയാലിറ്റി ജീവിക്കണം. എൻ്റെ ആത്മാവിൽ ആരുണ്ട്? യേശുവുണ്ട്.
ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ പറഞ്ഞില്ലേ, പുതിയ നിയമത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ കൊലോസ്യർ 1:26 ഒരു മർമ്മം, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം ഇപ്പോൾ തന്നെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, യേശു എൻ്റെ ഉള്ളിലുണ്ട്, ലോകത്തിന് വെളിച്ചം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ജീവിക്കുമ്പം ഇനി ഞാൻ ലോകത്തിന് വെളിച്ചമായി മാറും. കാരണം എന്താ? ഈ വെളിച്ചം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. എൻ്റെ ആത്മാവിൽ നിന്ന് ഈ വെളിച്ചം പുറത്തേക്ക് ഒഴുകുമ്പോൾ അത് ലോകം മുഴുവൻ കത്തിപ്പടരും. ഇത് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ആത്മാവിലുള്ള ജീവനായിട്ടൊന്ന് കണക്റ്റ് ആയാൽ മതി. ആത്മാവിൽ നടക്കാൻ തുടങ്ങിയാൽ മതി. ആത്മാവിൽ വെളിച്ചത്തെ കണ്ടു തുടങ്ങിയാൽ മതി. ആത്മാവിൽ വെളിച്ചത്തെ അനുഭവിച്ചു തുടങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ വെളിച്ചം വരും. ലോകം മുഴുവൻ യേശുവിനെ അറിയാൻ തുടങ്ങും. ലോകം മുഴുവൻ യേശുവിനെ സ്പർശിക്കപ്പെടാൻ തുടങ്ങും. കാരണം എന്താ? ലോകത്തിൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിലാണ്. ആമേൻ.